ഒരു ഉറക്കത്തിലാണ് അവരുടെ ജീവൻ നഷ്ടമായത്. അത് അവരുടെ അവസാന ഉറക്കമായിരുന്നു. ഇപ്പോൾ 8 പേരുടെ മൃതദേഹം അവിടെ സംസ്കരിക്കുന്നു. ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഭൂമി അതിനായി വിട്ടു നൽകി. സർവ്വമത പ്രാർത്ഥന അവർക്ക് വിട നൽകാൻ ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട്. സന്നദ്ധ പ്രവർത്തകർ, മന്ത്രിമാർ, MLA മാർ, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് ഭാരവാഹികൾ എല്ലാവരും അവിടെ ഉണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവർക്ക് വിട ചൊല്ലാൻ അവിടെ കാത്തു നിൽക്കുന്ന ജനങ്ങളുണ്ട്. ഒരുപക്ഷെ അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകാം എന്ന കരുതലിൽ വന്ന് നിൽക്കുന്നവരാണവർ. അവരെല്ലാവരും ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, മടങ്ങിപ്പോകാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. പുത്തുമല മുൻപ് ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. അതേ ഭൂമിയിലേക്കിപ്പോൾ ഇവർ എത്തിയിരിക്കുകയാണ്. ദീപക് ധർമ്മടം തുടരുന്നുണ്ട്. ദീപക്, ഇനിയും വരും ദിവസങ്ങളിൽ ഈ തരത്തിലേക്ക് സംസ്കാരം അവിടെ തന്നെ ഉണ്ടാകും. കൂടുതൽ കുഴിമാടങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്. ഇന്ന് 8 മൃതദേഹം, ഇനിയും മൃതദേഹമുണ്ട്. അത് തിരിച്ചറിയാൻ ഉണ്ട്, കുടുംബങ്ങൾ ഒക്കെ വരാനുണ്ട് എന്ന് നേരത്തെ ദീപകിനോട് തന്നെയാണ് പഞ്ചായത്ത് ഭാരവാഹി പറഞ്ഞത്. ഈ തരത്തിലേക്ക് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹം ഇനിയുമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം ഇവിടെ ഒരേയിടത്ത് കുഴിമാടമൊരുങ്ങും. ദീപക്, അനുജ, എങ്ങനെ പറയണമെന്ന് അറിയില്ല, പറയാൻ സാധിക്കില്ല. ഓരോ മൃതദേഹങ്ങളായി കുഴിമാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. 8 മൃതദേഹങ്ങളിൽ 6 മൃതദേഹങ്ങൾ കുഴിമാടത്തിലേക്ക് പോയി. ഇനി എൻ്റെ ഇടതുഭാഗത്ത് 2 മൃതദേഹങ്ങൾ കൂടി കുഴിമാടത്തിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ്. ഒരു വല്ലാത്ത ഉറക്കത്തിലാണ് ഇവർ മണ്ണിനോട് ചേർന്ന് മരിച്ചത്. അവർ ഇതാ വീണ്ടും മണ്ണിലേക്ക് ചേരുകയാണ്, മൃതദേഹമായി കുഴിമാടത്തിലേക്ക് ചേരുകയാണ്. വളരെ വേദനാജനകമായ ദൃശ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ കുറച്ചായി പോവും, വളരെ പരിമിതമായി പോവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ തേയിലത്തോട്ടത്തിലെ കുഴിമാടങ്ങളിലേക്ക് തിരിച്ചറിയാനാകാത്ത, വിലാസമില്ലാതെ പോകുന്ന മനുഷ്യരായി മാറുന്നു മണ്ണിനോട് ചേർന്നുകൊണ്ട് ഇവർ എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ഉറ്റവർ പോയി നോക്കി, ഉടയവർ പോയി നോക്കി, പക്ഷേ തിരിച്ചറിയാവുന്നതിലും അപ്പുറത്തേക്ക് അവരുടെ മൃതദേഹം മാറിപ്പോയിരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വേദനയുള്ള കാര്യം. മരണത്തിന് എന്നാൽ മരണം സാധാരണഗതിയിൽ പറയുമല്ലോ നമ്മൾ, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്നൊക്കെ പറയും. അതുപോലെ ഒരു രാത്രിയിൽ രംഗബോധമില്ലാത്ത കോമാളിയായി കല്ലും മണ്ണുമായി സ്വന്തം വീട്ടിലേക്ക് കിടന്നുറങ്ങുന്നിടത്തേക്ക് എത്തിയ ഇവർ തിരിച്ചറിയാൻ പറ്റുന്നതിലപ്പുറത്തേക്ക് മുഖം പോലും വികൃതമായി മാറി എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് 9 മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മേപ്പാടിയിൽ ഒരുക്കിയ താൽക്കാലിക മോർച്ചറിയിൽ നിന്നും കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞത്. ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ ഒരു മൃതദേഹം. അങ്ങനെയാണ് 9 മൃതദേഹം എന്നത് 8 മൃതദേഹമായി മാറ്റിയത്. ഈ പ്രകൃതിയോട് ചേർന്ന് താമസിച്ചവർ, ഈ മലമുകളിലെ വീടുകളിൽ കഴിഞ്ഞവർ, ഈ പച്ചപ്പിൻ്റെ തുരുത്തിൽ ജീവിതം ഓടിച്ചു കൊണ്ടുപോയവർ, ഇല്ലായ്മയും വല്ലായ്മയ്ക്കുമിടയിൽ സാധാരണ ജീവിതം നയിച്ചു കൊണ്ടുപോയവർ, അവരാണ് ഒരു രാത്രിയിൽ കിടന്നുറങ്ങി രാവ് പുലരും മുൻപ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. എന്നാൽ ഈ ദൃശ്യത്തോടെ ഇത് തീരുന്നില്ല എന്നതാണ് മറ്റൊരു വേദന. നാളെയും ഇതുപോലെ അനവധി പേർ സംസ്കരിക്കാനുണ്ട്. ഒരു ഭാഗത്ത് തിരച്ചിൽ തുടരുന്നു. തിരച്ചിലുകൾക്കിടയിൽ ചാലിയാറിലെ തിരച്ചിൽ, അതുപോലെ തന്നെ ഇവിടെ ചൂരൽ മലയിലും, അതുപോലെ ഈ പുത്തുമലയോട് ചേർന്ന് തന്നെ കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളിൽ നടക്കുന്ന തിരച്ചിലുകളിൽ ഇനി എത്ര മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്? കാരണം മിസ്സിങ്ങുകളുടെ കണക്ക് ഔദ്യോഗികമായി തന്നെ 200-ലേറെയാണ്. അത്രയും മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. ആ തിരച്ചിലുകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ചീഞ്ഞഴിഞ്ഞു പോകുന്ന, അതായത് ഔദ്യോഗിക ഭാഷയിൽ പറഞ്ഞാൽ ഡീകമ്പോസ് ആകാൻ പോകുന്ന മൃതദേഹങ്ങളാണ് പെട്ടെന്ന് സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഇനിയും തിരിച്ചറിയാൻ വേണ്ടി ഉറ്റവരെയും ഉടയവരെയും കാത്തു കിടക്കുന്ന മൃതദേഹങ്ങൾ അനവധിയാണ് മോർച്ചറിയിൽ. മറ്റൊരു വലിയ സങ്കടം, ശരീരഭാഗം മാത്രമായി നേരത്തെ റവന്യൂ മന്ത്രി നമ്മളോട് പങ്കുവച്ചത്, പറയാൻ പറ്റാത്ത വിധത്തിൽ വെറും കിഡ്നിയായി ഒരു മനുഷ്യൻ്റെ ശരീരാവയവം മാത്രം കിട്ടുന്നു, കാലായി കൈയായി മാത്രം കിട്ടുന്നു. അങ്ങനെയുള്ള മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിക്കാനുണ്ട്. അതായിരിക്കും നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്നത്. തികച്ചും വേദനാജനകമായ, നമുക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഇനി ഉണ്ടാവല്ലേ എന്ന് മാത്രം ആശിക്കുന്ന ഒരു ദൃശ്യം അതാണിപ്പോൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വേദനയോടെ മലയാളികൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്. നമുക്കൊപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ ഒരു രാത്രി ഇരുണ്ട് വെളുക്കും മുൻപ് കണ്ണടച്ച് തുറക്കുന്ന മാത്രയിൽ അവരുടെ ജീവൻ നഷ്ടമാകുന്നു.
അതിൽ ആരും ഏറ്റെടുക്കാൻ പോലും ഇല്ലാത്ത തരത്തിലേക്ക്, ഒരുപക്ഷെ ഒരു കുടുംബത്തിലെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ജീവനോടെ അവർക്ക് ഒപ്പമുണ്ടായിരുന്ന ഉറ്റവർ ഉണ്ടാകാം, പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന അത്രയും ഹതഭാഗ്യരായ കുറച്ച് മനുഷ്യർ അവരിപ്പോൾ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുങ്ങുന്നു, അന്ത്യയാത്രയിലേക്ക് പോകുന്നു. സജോ ദേവസ്യ കൂടിയുണ്ട്. സജോ, ഇപ്പോൾ ഈ ചടങ്ങ് പൂർത്തിയാകാറായോ? അനുജ, ഇനിയും മൃതദേഹം സംസ്കരിക്കാനുണ്ട്. 2 മൃതദേഹങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. 2 മൃതദേഹങ്ങൾ കൂടി സംസ്കരിക്കാനുണ്ട്. അവ കൂടി സംസ്കരിച്ചാൽ ഇന്നത്തെ ഈ ചടങ്ങ് പൂർത്തിയാകും. ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും മേൽവിലാസം ഇല്ലാതായി പോവുക എന്നതിനേക്കാൾ വലിയൊരു ദുസ്തുതി എന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. അതിലും വലിയൊരു ദുസ്തുതി വരാനില്ല. അതിനേക്കാൾ വലിയ ദുരന്തം യഥാർത്ഥത്തിൽ നേരിട്ട് കഴിഞ്ഞു, കേരളം കണ്ടു കഴിഞ്ഞു, ഈ നാട് കണ്ടു കഴിഞ്ഞു. അതിൽ അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന അനവധി കാഴ്ചകൾ ഇതിനകം കണ്ടു. അതിൽ നമ്മളെ വീണ്ടും വീണ്ടും ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സന്ദർഭമായി ഇതുകൂടി മാറുകയാണ്. ഈ ദൃശ്യങ്ങൾ കൂടി ഈ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്ന ഒരേടായി മാറും എന്നതാണ്. ഇത് ഇവിടം കൊണ്ടും തീരില്ല എന്നതാണ് നമ്മെ പിന്നെയും പിന്നെയും ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വാക്കുകൾ അത്രത്തോളം അപ്രസക്തമായി പോകുന്നത് അവിടെയാണ്. വാക്കുകൾ അപ്രസക്തമാവുക എന്ന് പറഞ്ഞാൽ ഈ നിലയിൽ അതിന് മറ്റൊരു താരതമ്യം ഉണ്ടാകും എന്ന് കരുതുക വയ്യ. അങ്ങനെ ഒരു സന്ദർഭം കൂടിയാണ്. 2 മൃതദേഹങ്ങൾ കൂടിയുണ്ട്. ഇവിടെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളൊക്കെ അത് ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും നീതിയുക്തമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഇനി ജീവിച്ചിരിക്കുന്ന, ഇവിടെ തുടരുന്ന മനുഷ്യർക്ക്, ഈ ദുരന്തത്തെയൊക്കെ കണ്ടും കേട്ടും കഴിയുന്ന മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നുകൂടി ഉറപ്പുവരുത്തണം. കാരണം ഇനിയും അങ്ങോട്ടേക്ക് അതിജീവനം എന്നത് വാക്കുകൾ കൊണ്ട് എളുപ്പമാണെങ്കിലും അത് അങ്ങനെ എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും തന്നെ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് സാധ്യമായ വഴി. ആ മൃതദേഹങ്ങൾ കൂടി എടുത്ത് അവ കൂടി വെച്ചാൽ അവയുടെ എല്ലാം നമ്പറുകൾ രേഖപ്പെടുത്തുക, ആ നമ്പറുകൾ മാറിപ്പോകാതിരിക്കുക എന്നതൊക്കെ പ്രധാനമാണ്. അതും തുടർന്ന് അങ്ങോട്ടേക്ക് പാലിക്കപ്പെടേണ്ട ഒന്നായി അതൊരു ഉറപ്പായി തന്നെ നേരത്തെ ഉയർന്നു വന്നതാണ്, നിർദ്ദേശമായി ഉയർന്നു വന്നതാണ്, അത് അംഗീകരിക്കപ്പെട്ടതുമാണ്. അത്തരം കാര്യങ്ങളിൽ പോലും, കാരണം ഇനിയും ആരെങ്കിലും ശാസ്ത്രീയമായി കൂടി തിരിച്ചറിയാനുള്ള ഒരു സാധ്യത ഇപ്പോഴും യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഈ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ഒരു മേൽവിലാസം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് നമുക്കറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശാസ്ത്രീയമായ വഴിയുടെ സാധ്യത ഇപ്പോഴും അടഞ്ഞിട്ടില്ല. അങ്ങനെ അത് തുറക്കാനുള്ള വഴികൾ ഉറപ്പാക്കും എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ ഉണ്ടാകും എന്ന് കരുതാം. അതുകൊണ്ട് ഈ DNA സാമ്പിളുകളുടെ ഒക്കെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഈ നമ്പറുകളൊക്കെ ആ കാര്യം കൊണ്ട് കൃത്യമാണ്. ഇനി നമ്പറുകൾക്ക് എന്ത് പ്രസക്തി എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മളൊരു ഈ ദുരന്തത്തിന്റെ വലിയ വേദനയിൽ, ഉറ്റവരെ നഷ്ടമായ വേദനയിൽ, എല്ലാം നഷ്ടമായതിന്റെ വേദനയിലൊക്കെ കഴിയുന്ന അനേകം മനുഷ്യർ പലയിടങ്ങളിലായി ഉണ്ട്, പല ദേശങ്ങളിലായി ഉണ്ട്, ക്യാമ്പുകളിലുണ്ട്, ഈ ഇടങ്ങളിൽ മുൻപ് കഴിഞ്ഞിരുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രയാസം ഉണ്ടാകരുത് എന്ന കാര്യത്തിനാണ് ആ നമ്പറുകളൊക്കെ വളരെ കൃത്യമായി തന്നെ നോട്ട് ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഒപ്പം മറ്റ് മൃത ശരീരങ്ങൾ, അതിൽ ശരീരഭാഗങ്ങളാണ് കൂടുതലും ഇനി ഉള്ളത്, കണ്ടെത്തിയ പല സ്ഥലങ്ങളിലും. ഒപ്പം മോർച്ചറിയിലേക്ക് എത്തിച്ചവയിലും അങ്ങനെയാണ് ഉള്ളത്. അവ കൂടി ഇനി തിരിച്ചറിയാൻ മറ്റ് സാധ്യതകളുണ്ട്. അതായത് ഈ ആഭരണങ്ങളിലും മറ്റും പേരുകളൊക്കെ രേഖപ്പെടുത്തിയത് അത് കണ്ടും മറ്റും പലരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു സാധ്യതയും ഇനിയിപ്പോൾ തിരിച്ചറിയുക എന്ന സാധ്യത വളരെ പരിമിതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ദുഃഖകരമായ കാര്യമാണെങ്കിൽ കൂടിയും അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് തിരിച്ചറിയുക പ്രയാസകരമാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ കൂടിയും ഒരു മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നൊരു കാര്യമുണ്ട്. അതെല്ലാം ആ നിലയ്ക്ക് അവരുടെ ബന്ധുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ വിട്ടു നൽകി സംസ്കരിക്കുക എന്ന കാര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കൂട്ടമായ സംസ്കാരങ്ങൾ യഥാർത്ഥത്തിൽ മേപ്പാടി ശ്മശാനത്തിലടക്കം വിവിധയിടങ്ങളിലായും നടക്കുന്നുണ്ട്. അവ മേപ്പാടി ഖബർസ്ഥാനിൽ ഉൾപ്പെടെ അത് നടന്നതുമാണ്. പക്ഷേ ഇതൊരു വല്ലാത്ത സാഹചര്യമാണ്. അവർക്കുണ്ടായ മേൽവിലാസം യഥാർത്ഥത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ എന്നതൊക്കെയുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഇനി അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ, ഒരു മൃതദേഹം കൂടിയാണ് ഇനി സംസ്കരിക്കാനുള്ളത്. ഏറ്റവും 7ാമത്തെ മൃതദേഹമാണ് ഇപ്പോൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങുകളാണ്. ഒരു വശത്ത് 7ാമത്തെയും 8ാമത്തെയും മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തീകരിക്കുന്നു. ഒരു മൃതദേഹം കൂടി അവശേഷിക്കുന്നു. അവിടെയും സന്നദ്ധ പ്രവർത്തകരും അതിനുവേണ്ടി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വളണ്ടിയർമാരും കാത്തു നിൽക്കുന്നു. ഒപ്പം ഇപ്പോഴും കുറേയധികം മനുഷ്യർ ഇതിന്റെ ഭാഗമായി അവർ ഈ പ്രാർത്ഥനകളിലും മറ്റുമൊക്കെ പങ്കെടുത്തു മടങ്ങി. മറ്റു മനുഷ്യർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ മാത്രമല്ല എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ആളുകളെ കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. ആ മനുഷ്യരൊക്കെ അവിടങ്ങളിലായി കാത്തു നിൽക്കുന്നുണ്ട്. അത് ഇത്രയധികം, ഇത് കുറച്ചുകൂടി വളരെ റിമോട്ടായ ഒരു മേഖലയാണ് പുത്തുമല. നേരത്തെ
ദുരന്തമുണ്ടായ സ്ഥലമാണ്, പലതവണ സൂചിപ്പിച്ചു. ആ സ്ഥലത്തേക്ക് വരിക എന്ന് തന്നെ ഏറെ ദൂരം യാത്ര ചെയ്ത് എത്തണം. അവർ നേരത്തെ തന്നെ, വളരെ നേരത്തെ, ഒരു 6 മണി 7 മണിയോടുകൂടി സംസ്കാരം സാധ്യമാകുമെന്നൊക്കെ കരുതി എത്തിയവരാണ്. അവർ ഈ സമയം വരെ അങ്ങനെ പോകാതെ കാത്തുനിന്നത് എത്രത്തോളം അവരുടെ ഉള്ളുലച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ എന്നതിന്റെ തെളിവാകുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് ഈ സമയത്ത് പറയാൻ കഴിയുക. ഓരോന്നായി പൂർത്തീകരിക്കുന്നു. ഏറ്റവും ഒടുവിലുള്ള ഒരു മൃതദേഹമാണ്. അതുകൂടി വളണ്ടിയർമാർ അവിടെ കാത്തു നിൽക്കുകയാണ്. പൂർണ്ണമായും 7ാമത്തെ മൃതദേഹം കൂടി സംസ്കരിക്കുന്നത് പൂർത്തിയായാൽ അടുത്ത മൃതദേഹം കൂടി കുഴിമാടത്തിലേക്ക് എടുക്കും. അവയെല്ലാം നേരത്തെ തന്നെ സജ്ജമാണ്. അതിന് നിയോഗിക്കപ്പെട്ട ആളുകളും ഒക്കെ, സന്നദ്ധ പ്രവർത്തകരും മറ്റു വളണ്ടിയേഴ്സും ഒക്കെയാണ്. അവരൊക്കെ അതിനുവേണ്ടി സജ്ജമായി ഇവിടെ നിൽക്കുന്നു. അത് പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെയും പിന്നെയും അവരെ സംബന്ധിച്ച് ദൗത്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും പോവുക. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ, അതായത് അടുത്ത ദിവസവും സമാനമായ രീതിയിൽ ഇതേ നടപടിക്രമങ്ങൾ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരം സംസ്കാരങ്ങളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം. അവസാനത്തെ മൃതദേഹം കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് വളണ്ടിയർമാർ ഈ സ്ഥലത്തേക്ക്, പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അവിടെ ഒരുക്കിയിട്ടുള്ള കുഴിമാടത്തിലേക്ക് ഇറക്കുകയാണ്. 8ാമത്തെ, അതായത് മേൽവിലാസം ഇല്ലാതെ പോയ ആ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആരാണെന്ന് നമുക്കറിയില്ല, മേൽവിലാസം ഇല്ലാതെ പോയ ആ ആളുടെ മൃതദേഹം കൂടി കുഴിമാടത്തിലേക്ക് എടുക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ച 8ാമത്തെ മൃതദേഹം കൂടി സംസ്കരിക്കുകയാണ്. ആ ചടങ്ങുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇനി പൂർത്തീകരിക്കാനാകും. അതുകൂടി പൂർത്തീകരിച്ചാൽ ഇവിടുത്തെ ഇന്നത്തെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കഴിയും. അതിനുശേഷം അടുത്ത ദിവസം കൂടി സമാനമായ കാഴ്ചകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അവസാനത്തെ മൃതദേഹം കൂടി കുഴിമാടത്തിലേക്ക് എടുക്കുകയാണ്. 8 മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. അതിൽ അവസാന മൃതദേഹം സംസ്കരിക്കുകയാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് തുടരേണ്ടി വരുമെന്നുള്ളതാണ്. ഈ കാഴ്ച നമുക്കിനിയും കാണേണ്ടി വരും അടുത്ത ദിവസങ്ങളിലും. ഏതായാലും വിലാസമുണ്ടായി വിലാസത്തോടെ ജീവിച്ച ആളുകൾ വിലാസമില്ലാതെയുള്ള മടക്കയാത്ര, അവർക്ക് ഏറ്റവും ഉചിതമായ ഒരു യാത്രയയപ്പാണ് നാട് നൽകിയത്. സർവ്വമത പ്രാർത്ഥനയുണ്ടായിരുന്നു. അവസാനം അവർക്ക് ആദരം നൽകുന്നു, റീത്ത് സമർപ്പിക്കുന്നു. ജനപ്രതിനിധികളുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, പഞ്ചായത്ത് ഭാരവാഹികൾ, ജില്ലാ കളക്ടർ എല്ലാം ഈ ചടങ്ങിന് നേതൃത്വം നൽകാൻ അവിടെ എത്തിയിരുന്നു. കൂടാതെ സന്നദ്ധ പ്രവർത്തകർ, എത്ര പറഞ്ഞാലും മതി വരില്ല അവരുടെയൊക്കെ പ്രവർത്തനം. തുടക്കം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. രക്ഷാപ്രവർത്തനത്തിലും ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിലുമൊക്കെ അവർ നേതൃത്വം നൽകുകയാണ്. അവർക്ക് എത്ര സല്യൂട്ട് നൽകിയാലും മതിയാകില്ല. ഒപ്പം ഇവർക്ക് യാത്ര ചൊല്ലാനായി എത്തിച്ചേർന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവിടെ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ കുഴിമാടങ്ങളിലുള്ളത് തങ്ങളുടെ അടുത്ത ബന്ധുക്കളാകാം, തങ്ങളുടെ ഉറ്റവരാകാം എന്ന് കരുതി അവിടെ എത്തിയ ആളുകൾ അവർ മടങ്ങിപ്പോകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രാത്രി ഏറെ വൈകിയിട്ടുണ്ട് എങ്കിൽ പോലും അവരും അവിടെ കാത്തു നിൽക്കുകയാണ്. ഇത് ഏറ്റവും ഒടുവിലത്തെ ഇന്ന് സംസ്കരിക്കുന്ന 8ാമത്തെ മൃതദേഹം അത് കുഴിമാടത്തിലേക്ക് വയ്ക്കുകയാണ്. ഒരുപക്ഷെ മലയാളികൾ ഇതിനു മുൻപ് ഈ തരത്തിലേക്കൊരു കാഴ്ച കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകരുത് എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം അത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ളത്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നു. വരും ദിവസങ്ങളിലും ഈ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ശരീരഭാഗം അതും പ്രത്യേകമായി തന്നെ സംസ്കരിക്കും. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വിട്ടുകൊടുത്ത ഭൂമിയിലാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുന്നത്. വയനാട് പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. 8 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. 8ാമത്തെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ കണ്ണീർ കാഴ്ചകൾ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് വയനാട് അതിൻ്റെ ജീവിതത്തിലേക്ക് നടന്നു വരുന്ന, തിരികെ പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, പ്രവർത്തിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ മുതൽ പ്രവർത്തിച്ച് തുടങ്ങാവുന്നതാണെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ദുരന്തത്തിൻ്റെ നടുക്കം അതൊരു ഭാഗത്ത് ഉള്ളപ്പോഴും മറുഭാഗത്ത് ജീവിതത്തിലേക്ക് തിരികെ എത്തുകയാണ് വയനാട്. ഇപ്പോൾ പുത്തുമലയിൽ 8ാമത്തെ മൃതദേഹം സംസ്കരിക്കുന്നു. ആരുടേതാണ് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. DNA സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട്. അതുവഴി ഡേറ്റ സൂക്ഷിക്കുകയും പിന്നീടത് തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയും ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 8ാമത്തെ മൃതദേഹമാണ് സംസ്കരിക്കുന്നത്. സമാനതകളില്ലാത്ത കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായി വയനാട്ടിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ദീപക് ധർമ്മടം ഇപ്പോൾ തുടരുന്നുണ്ട്. ദീപക്, 8ാമത്തെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കുകയാണല്ലോ ദീപക്.
ഉന്മേഷ്, അത്യന്തം വേദനാജനകമായ നിമിഷം. ഇന്നത്തെ അവസാനത്തെ മൃതദേഹം, എട്ടാമത്തെ മൃതദേഹം ഇപ്പം കുഴിമാടത്തിലേക്ക് ഇതാ എടുത്തു വെച്ച് കഴിഞ്ഞു. കുഴിമാടത്തിൽ മൃതദേഹം വെച്ച് സന്നദ്ധ പ്രവർത്തകർ അതിൻ്റെ അവസാനപ്പെട്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം കുഴിമാടത്തിലേക്ക് ഇറക്കി വെച്ച് മണ്ണിടുന്ന ആ കർമ്മമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിലാസമില്ലാത്ത ഒരു മനുഷ്യൻ എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര സാധാരണക്കാരനായാലും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുര്യോഗമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ പുത്തുമലയിലെ ഈ സംസ്കാര ചടങ്ങിൽ സംഭവിക്കുന്നത്. ഒരു വിലാസമുണ്ടായിരുന്ന ഒരാൾ തിരിച്ചറിയാനാകാതെ വിട ചൊല്ലുന്ന ഒരു ഉറക്കത്തിലായിരുന്നു ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു മണ്ണും വെള്ളവുമെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ നിറം കെടുത്തിക്കൊണ്ട് വരുന്നത് ഒരു ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിൽ അവർ ഈ ചേതനയറ്റ ശരീരമായി മാറി. ഇന്നിപ്പോൾ ഈ മണ്ണിനോട്, സ്വന്തം നാട്ടിലെ മണ്ണിനോട് തിരിച്ചറിയാനാകാതെ, തങ്ങളുടെ ഉടയവർക്ക് തിരിച്ചറിയാനാകാതെ മണ്ണോട് ചേരുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത, തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആളുകളുടെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ ഉന്മേഷ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ് ഈ നാട്. സർക്കാർ സംവിധാനം ഒരുക്കിയ കൃത്യമായ ആദരാഞ്ജലി അതിനൊപ്പം നാടാകെ നിന്നു. വൈകിട്ട് 3 മണി മുതൽ തന്നെ ഈ മൃതദേഹങ്ങൾ ഒരു നോക്കു കാണാൻ, വിലാസമില്ലാത്ത തിരിച്ചറിയാത്ത മൃതദേഹങ്ങളെ കാണാൻ വേണ്ടി വെമ്പലോടെ, സങ്കടത്തോടെ ഈ തോട്ടത്തിൽ, ഈ തേയിലത്തോട്ടത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ അനവധിയാണ്. സന്നദ്ധ പ്രവർത്തകർ, വിവിധ മത സംഘടനാ പ്രവർത്തകർ ഇവരെല്ലാം ചേർന്ന് മൃതദേഹത്തിന് ആദരമൊരുക്കി. സർവ്വമത പ്രാർത്ഥനയോടെയാണ് കുഴിമാടത്തിലേക്ക് 8 മൃതദേഹങ്ങൾ ഓരോന്നോരോന്നായി കുഴിമാടത്തിലേക്ക് നീങ്ങിയത്. ഏറ്റവും ഒടുവിൽ 8ാമത്തെ മൃതദേഹവും കുഴിമാടത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുഴിമാടത്തിൽ മണ്ണിലേക്ക് ചേരുകയാണ്. മണ്ണ് തന്നെ നൽകിയ ഒരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ മണ്ണിനോട് ചേരുന്നു. ഒരു ഉറക്കത്തിൽ ഉണ്ടായ ദുരന്തത്തിൽ ഉറങ്ങിക്കൊണ്ടവർ മണ്ണിനോട് ചേരുന്ന കാഴ്ചയാണ് ഉന്മേഷ്, അനുജ. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് സജോ ദേവസ് കൂടി തുടരുന്നുണ്ട് പുത്തുമലയിൽ നിന്ന്. സജോ, അങ്ങനെ 8ാമത്തെ മൃതദേഹം കൂടി സംസ്കരിക്കുന്നു. വിവരങ്ങൾ സജോ. ഉന്മേഷം, ഇന്ന് പുത്തുമലയിലെ സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 8ാമത്തെ മൃതദേഹം കൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അവസാന ഘട്ടം ആണ് പുരോഗമിക്കുന്നത്. അതായത് ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ആദ്യഘട്ട സംസ്കാരം പുത്തുമലയിൽ പ്രത്യേകമായി സർക്കാർ വാങ്ങിച്ച ഭൂമിയിൽ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. പക്ഷേ ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളൊക്കെ സമാനമായ സ്ഥലത്ത് തന്നെ 64 സെന്റ് ഭൂമിയാണ് ഹാരിസൺ മലയാളത്തിൽ നിന്ന് സർക്കാർ ഇതിനുവേണ്ടി മാത്രമായി ഏറ്റെടുത്തത്. അത് നേരത്തെ മറ്റൊരു ദുരന്തം സംഭവിച്ച സ്ഥലമാണ്. ഒരു സങ്കടത്തിനു മീതെ, അല്ലെങ്കിൽ ഒരു സങ്കടത്തിന്റെ ഓർമ്മയ്ക്ക് മീതെയാണ് മറ്റൊരു സങ്കടത്തിന്റെ ഓർമ്മയെ നമ്മൾ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് അവർക്ക് നിത്യവിശ്രമത്തിനുള്ള അവസരം ആ സഹോദരങ്ങൾക്ക്, തിരിച്ചറിയാത്ത ആ മനുഷ്യർക്ക് ഒരുക്കുന്നത് എന്നതുകൂടിയുണ്ട്. അങ്ങനെ ദുരന്തങ്ങൾക്ക് മീതെ ദുരന്തങ്ങൾ അങ്ങനെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും നീറ്റിലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഇതിലും വലിയൊരു ദുരന്തത്തെ നമ്മൾ നേരിട്ടിട്ടില്ല, സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നത് കൂടി അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസവും സമാനമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവിടെ അവശേഷിക്കുന്ന, അതായത് മേപ്പാടി CHC-യിലേക്കാണ് ഒരു കേന്ദ്രീകൃത സ്ഥലം എന്ന നിലയ്ക്ക് വിവിധയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചാലിയാറിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയുടെ ഒരു പ്രദേശത്തേക്കാണ് എത്തിയത്. അവിടെയും ഇപ്പോഴും ഈ തിരച്ചിലൊക്കെ അടുത്ത ദിവസങ്ങളിലും തുടരും. ഇന്നും വൈകിയും തുടർന്നിരുന്നു. നാളെയും സമാനമായ രീതിയിൽ തിരച്ചിൽ തുടരും. അപ്പോഴും നമുക്കറിയാം ഇനിയിപ്പോഴുള്ള സാധ്യതകൾ എന്താണ്, ഇനി ഇത്തരം തിരച്ചിലുകളുടെയൊക്കെ ഫലം എന്താകും, അതിൽ ലഭ്യമാകാൻ പോകുന്ന റിസൾട്ട് എന്താകും, അതിൽ മൃതദേഹങ്ങൾ തന്നെ ലഭിച്ചാൽ എത്രത്തോളം ലഭ്യമാകും എന്നെല്ലാമുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷെ അപ്പോഴും അങ്ങനെ ഇപ്പോൾ തന്നെ മേപ്പാടിയിലെ CHC-യിൽ അവിടെ തന്നെ പ്രത്യേകമായി താൽക്കാലിക മോർച്ചറി അടക്കം ക്രമീകരിച്ചിരുന്നു. അവിടെ തന്നെയും ചാലിയാറിൽ നിന്നടക്കം കിട്ടിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതും സമാനമായ രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ ആദരപൂർവ്വം, ഇതുപോലെ തന്നെ ബഹുമതികളോടെ ഇതേ നിലയ്ക്ക് ആളുകളൊക്കെ ഉന്നയിച്ചതുപോലെയുള്ള നീതി ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ആഗ്രഹിച്ച പലരും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സമാനമായ നിലയ്ക്ക് തന്നെ സംസ്കരിക്കും എന്ന നിലയ്ക്കാണ്. അതായത് ഇതേ പ്രവൃത്തി ഇനിയും തുടരേണ്ടി വരും. എത്ര വരെ എന്ന ചോദ്യം ഇപ്പോൾ വ്യക്തമല്ല. ഇനിയിപ്പോൾ പക്ഷേ നാളെ കൊണ്ട് സംസ്കരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ അക്കാര്യത്തിൽ ഈ ആരെങ്കിലും അവകാശികൾ ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെയുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒന്നും ആർക്കും ഉണ്ടാകാത്ത വിധം ആ സംസ്കാരം ചടങ്ങുകൾ നടത്തുക എന്നതാണ് ഒരു കാര്യം. അതുകൊണ്ട് ആ
പ്രോസസ്സ് കൂടി പൂർത്തീകരിച്ചതിന് ശേഷം കൂടുതൽ മൃതദേഹങ്ങൾ കൂടി ഇവിടെ സംസ്കാരത്തിനായി എത്തും. അതിനുവേണ്ടി കൂടിയാണ് അത്രയും കണക്കുകൾ പരിഗണിച്ചു കൂടിയാണ് ഇത്രയും സ്ഥലം 64 സെന്റ് സ്ഥലം എന്ന നിലയ്ക്ക് തന്നെ ഏറ്റെടുക്കുകയും അവിടെ ഇതിനുവേണ്ടി മാത്രം പ്രത്യേകമായി ക്രമീകരണം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഇനിയും സമാനമായ നിലയ്ക്ക് തന്നെ തുടരേണ്ടി വരും എന്നത് വിഷമകരമായ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലായി ചാലിയാറിന്റെ കരകളിൽ ഒപ്പം വിവിധ പ്രദേശങ്ങളിലായി ഇതേ ദുരന്തം നടന്ന ഭൂമിയിൽ മുതൽ അങ്ങോട്ടേക്ക് ചാലിയാറിന്റെ വഴികളിലും ഒക്കെയായി തിരച്ചിൽ നടക്കേണ്ടതുണ്ട്. ഒപ്പം ഇതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിന്റെ ഇരകളായി കഴിയുന്ന മനുഷ്യരുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. അത്തരം ആളുകളുടെ കാര്യങ്ങൾ അങ്ങനെ അവരുടെ പുനരധിവാസം അടക്കമുള്ള അങ്ങോട്ടേക്ക് ദൗത്യം കാര്യമായി തന്നെ തുടരേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഒരു വശത്ത് തുടരും. ഒപ്പം സമാനമായി പുത്തുമലയിൽ 8ാമത്തെ മൃതദേഹം കൂടി സംസ്കരിക്കുന്നു. ആരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പുത്തുമലയിൽ 8 പേരുടെ മൃതദേഹമാണ് പുത്തുമലയിൽ സംസ്കരിച്ചത്.